നമ്മൾ ജീവിച്ചിരിക്കെ നമ്മൾ ഇതുപോലെ ഒരു അനീതി കണ്ടിട്ട് അതിനെ മൗനം ഭജിച്ച് എല്ലാവരും പലരും ആഗ്രഹിക്കുന്ന പോലെ മഠത്തിന് പുറത്തേക്ക് വിട്ടെങ്കിൽ മഠത്തിന് പുറത്തേക്ക് പോയി ജീവിക്കാൻ മേലെ എന്ന് ചോദിച്ചാൽ അടുത്തൊരു തലമുറ അവിടെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഇനി വരാൻ കിടപ്പുന്നുണ്ട്, തലമുറ കൈമാറി. അവരോട് ചെയ്യുന്ന ഈ നീതികേടിനെ ചോദ്യം അവരോട് ചെയ്യുന്ന വലിയൊരു കുറ്റമായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പം ആ ഒരു കുറ്റം എൻ്റെ മേൽ പതിക്കരുത്. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനെ സന്യാസ സഭയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ചലഞ്ച്, ഈ ഒരു അനീതിയെ ചോദ്യം ചെയ്യുന്നത്. ക്രിസ്തു പഠിപ്പിച്ച പാഠം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുന്നവന് കുടിക്കണം എന്നാണ് നമ്മൾ ബൈബിളിൽ പഠിക്കുന്നത്. അതൊന്നും ചെയ്യാതെ അതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ ചെയ്യുകയാണ് നമ്മുടെ ബിഷപ്പുമാരും പുരോഹിതരും ഒക്കെ ഈ സിസ്റ്റേഴ്സിനോടും എന്നോടും ലിസി സിസ്റ്റർ മൂവാറ്റുപുഴയിലുള്ള സിസ്റ്ററിനോടൊക്കെ. അതായത് ഈ ഫ്രാങ്കോയ്ക്കെതിരെ സംസാരിച്ച ആരൊക്കെയാണോ അവരോടൊക്കെ വളരെ നിഷേധാത്മകമായ നടപടിയാണ്. അതുകൊണ്ട് തൽക്കാലം ക്രിസ്തു അവിടെ ഇരിക്കട്ടെ. എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണെങ്കിൽ എല്ലാ സിസ്റ്റേഴ്സിനും മന്ത്ലി ഒരു 5,000 റുപ്പീസെങ്കിലും കോൺവെൻറ്റുകാർ കൊടുക്കണം. കാരണം അത്രയെങ്കിലും ഏറ്റവും കുറഞ്ഞത്. കാരണം ഇപ്പം ജോലിയുള്ളവരാണേലും ജോലി ഇല്ലാത്തവർ മടത്തി കിടന്ന് ജോലി ചെയ്യുന്നില്ലേ, എല്ലാവർക്കും കൊടുക്കണം. ഇപ്പോഴും ആങ്ങളമാരല്ലല്ലോ റീചാർജ് ചെയ്ത് കൊടുക്കണ്ടേ ഫോണ്, അല്ലെങ്കിൽ ചേച്ചിമാര് ആണോ? അല്ലല്ലോ. ഇപ്പോഴും അതും എന്തിൻ്റെ സഭ എത്രയോ കോടികൾ എന്ത് ചെയ്യുന്ന ചാരിറ്റി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. എവിടെ കൊണ്ടുപോയി ചാരിറ്റി ചെയ്യുന്നത്? ആദ്യം സ്വന്തം വീട്ടിലെ പിള്ളേർക്ക് കൊടുക്കട്ടെ ചാരിറ്റി. അവരുടെ പോക്കറ്റിൽ ഒരു 5,000 രൂപ ഇട്ടേ ഇവർക്ക് എന്താ നഷ്ടം? കൊടുക്കണം. ജോലി എടുക്കുന്ന പിള്ളേർക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കാതെ ഒന്ന് ചെയ്യണമെങ്കിൽ എപ്പോഴും ഈ ചോദിച്ച ഒരു ഐസ്ക്രീം, ഫുൾ ഐസ്ക്രീം, ഏതെങ്കിലും ഒരു വാനിലോ എന്തെങ്കിലും ഒന്ന് കഴിക്കണം തോന്നി ഏതെങ്കിലും അച്ഛന്മാർ മേടിച്ചു കൊടുത്താലല്ലേ ഇപ്പം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതെന്താ ഇവർ മനസ്സിലാക്കാത്തേ? അച്ഛന്മാർക്ക് ഇത് ബാധകമല്ല. അവർക്ക് എന്ത് ബാധകം? ഒരു പുരോഹിതൻ രാവിലെ അരമണിക്കൂർ ലോവ ഇടുന്നു, ബാക്കി അന്നേ ദിവസത്തിന്റെ മുഴുവൻ സമയവും പാൻറ് ഷർട്ടും ജീൻസ് ഷോർട്സും ഒക്കെ ഇട്ട് നടന്നിട്ടും ഒരു മനുഷ്യരും ചോദ്യം ചെയ്യാറില്ല. അതേസമയം ഞാൻ ചില സമയത്ത് എന്താണ് ഉടുപ്പില് പള്ളിയിൽ പോകുമ്പോൾ എന്താണ് ഉടുപ്പിടുന്നത്, അത് കഴിഞ്ഞിട്ട് എന്താണ് ഉടുപ്പ് ഊരുന്നത് ചോദിക്കാൻ ആൾക്കാരാ. എന്തിനാണ് ഇങ്ങനെ ഒരു സഭ? സത്യം പറഞ്ഞാൽ ഒരു ആവശ്യവുമില്ല. ജനങ്ങളെ സേവിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള ഒരു സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടാകേണ്ടതെങ്കിൽ എന്താ ചെയ്യുന്ന? ചിലർ പറയും ഓർഫനേജ് നടത്തുന്ന സന്യാസ സഭാ സമൂഹങ്ങളുണ്ട്. ഓർഫനേജ് ഗവൺമെന്റിന് വരെയുണ്ട്. ഗവൺമെന്റ് നടത്തുന്നില്ലേ? ഇല്ലേ? ഹോസ്പിറ്റല് ഗവൺമെന്റിനില്ലേ? സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റലാണോ ഗവൺമെന്റ് നടത്തുന്ന ഹോസ്പിറ്റലാണോ? ഏതാണ് പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് സ്വീകാര്യം? പറ. സർക്കാർ. അപ്പൊ പിന്നെ സർക്കാർ പോരെ? ഇത്രയും പോരാട്ടങ്ങൾക്കും സഹനങ്ങൾക്കും ഇടയിൽ പ്രതീക്ഷയോടെ നിർത്തുന്നത് എന്താണ്? അതായത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണോ അതോ നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസമാണോ? എന്നെയാണോ? അതെ, സിസ്റ്ററേയും അവരെയും. അനീതി നമ്മൾ നേരിടുമ്പോൾ നീതി വിരുദ്ധമായിട്ടാണല്ലോ അത് നേരിടുന്നത്. അപ്പൊ അതിനെ നമുക്ക് ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ് ഇല്ല. അത് ചെയ്യാനുള്ളൊരു വേദിയാണ് നീതിന്യായ കോടതി എന്ന് പറയുന്നത്. ചിലപ്പം കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. എന്നിരുന്നാലും ആ ഒരു ആശ്വാസം നമുക്കുണ്ട്. എന്തെങ്കിലും നീതി നമുക്ക് കിട്ടും. കാരണം കോടതി ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണ്. നമ്മൾ പല വിധികളിലും പലതും കാണുന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് നീതിപരമായ കോടതിക്ക് ബോധ്യപ്പെടും നീതി ആരുടെ ഭാഗത്താണെന്ന്. അങ്ങനെ നീതി കിട്ടും. നീതി കിട്ടുമ്പോൾ നമ്മളത് ചോദ്യം ചെയ്തില്ലേ, നമ്മുടെ അടുത്ത തലമുറയോട് പോലും നമ്മൾ ചെയ്യുന്ന ഒരു അനീതിയാണ്. നമ്മൾ ജീവിച്ചിരിക്കെ നമ്മൾ ഇതുപോലെ ഒരു അനീതി കണ്ടിട്ട് അതിനെ മൗനം ഭജിച്ച് പലരും ആഗ്രഹിക്കുന്ന പോലെ മഠത്തിന് പുറത്തേക്ക് വിട്ടെങ്കിൽ മഠത്തിന് പുറത്തേക്ക് പോയി ജീവിക്കാൻ മേലെ എന്ന് ചോദിച്ചാൽ അടുത്തൊരു തലമുറ അവിടെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഇനി വരാൻ കിടപ്പുന്നുണ്ട്, തലമുറ കൈമാറി. അവരോട് ചെയ്യുന്ന ഈ നീതികേടിനെ ചോദ്യം അവരോട് ചെയ്യുന്ന വലിയൊരു കുറ്റമായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പം ആ ഒരു കുറ്റം എൻ്റെ മേൽ പതിക്കരുത്. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനെ സന്യാസ സഭയിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ചലഞ്ച്, ഈ ഒരു അനീതിയെ ചോദ്യം ചെയ്യുന്നത്. അത്രയും എളുപ്പമുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. എൻ്റെ ചോദ്യതായിരുന്നു, ക്രിസ്തുവിലുള്ള വിശ്വാസമാണോ അതോ നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസമാണോ സിസ്റ്ററെ ശക്തയാക്കിയത് എന്നുള്ളത്? സത്യം പറയാലോ, ഞാൻ ആദ്യം മനുഷ്യരെ തന്നെ അപ്പം വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ദൈവമാണെങ്കിൽ പറയട്ടെ, ദൈവം എന്നോട് ക്ഷമിക്കണേ. പിന്നെ ഈ ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട്
ജീവിക്കുന്നവരാണല്ലോ ഇതുപോലത്തെ ക്രൂരത ചെയ്യുന്നത്. ക്രിസ്തു പഠിപ്പിച്ച പാഠം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുന്നവന് കുടിക്കണം എന്നാണ് നമ്മൾ ബൈബിളിൽ പഠിക്കുന്നത്. അതൊന്നും ചെയ്യാതെ അതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ ചെയ്യുകയാണ് നമ്മുടെ ബിഷപ്പുമാരും പുരോഹിതരും ഒക്കെ ഈ സിസ്റ്റേഴ്സിനോടും എന്നോടും വിസി സിസ്റ്റർ മൂവാറ്റുപുഴയിലുള്ള സിസ്റ്ററിനോടൊക്കെ. അതായത് ഈ ഫ്രാങ്കോ കേസിൽ ഫ്രാങ്കോയ്ക്കെതിരെ സംസാരിച്ച ആരൊക്കെയാണോ അവരോടൊക്കെ വളരെ നിഷേധാത്മകമായ നടപടിയാണ്. അതുകൊണ്ട് തൽക്കാലം ക്രിസ്തു അവിടെ ഇരിക്കട്ടെ. നമ്മൾ കാരണം ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ആ സിസ്റ്റേഴ്സിനെ ഇങ്ങനെ ദ്രോഹിക്കുന്നവരെയൊക്കെയാണ് നമുക്കിപ്പോൾ മനസ്സിൽ വരുന്നത്. കാരണം നമ്മളോട് ചെയ്യുന്നത് അങ്ങനെയല്ലേ. അപ്പം ക്രിസ്തു അവരും ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ ഇട്ട് പൂട്ടി കർത്താവിൻ്റെ, എനിക്ക് കയറത്തില്ല കർത്താവിൻ്റെ ഭവനത്തിലവിടെ, അത് പൂട്ടി വെച്ചിരിക്കുക. അപ്പോഴ് നമ്മൾ മനുഷ്യരടങ്ങുന്ന നീതിന്യായ പീഠങ്ങൾ ഉള്ള സ്ഥലങ്ങളെയാണ് നമ്മളിപ്പം ആശ്രയിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇത്ര സന്തോഷത്തോടെ ഇരിക്കാൻ നിങ്ങളെപ്പോലെയുള്ള ഒത്തിരി മനുഷ്യ സമൂഹങ്ങൾ, മനുഷ്യര് എൻ്റെ ചുറ്റിലും ഉണ്ട്. നമ്മളെ നല്ലതാണെന്ന് പറയാൻ, കമന്റ് മോശമായിട്ട് ഇടാൻ, അതവിടെ ഇരിക്കട്ടെ, അത് നമ്മൾ തളരാതിരുന്നാൽ മതിയല്ലോ. പക്ഷെ അതുകൊണ്ടല്ലേ നമ്മൾ ഇത്ര സന്തോഷമായിട്ടിരിക്കുന്നേ. സിസ്റ്റേഴ്സിനെ ഓർത്തോണ്ടിരുന്നായിരുന്നേ, കർത്താവിനെ ഓർത്തോണ്ടിരുന്ന ഞാൻ അതിനകത്ത് നീറ് ചാകത്തേ ഉള്ളൂ. ഇപ്പൊ ആ സിസ്റ്റേഴ്സിന് ഇപ്പം കഞ്ഞി കൊടുക്കുന്ന ആരാ? അരി മേടിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തത് ആരാ? സർക്കാർ. അപ്പൊ മനുഷ്യരില്ലേ അവര്? യേശുക്രിസ്തു എന്താ ഇടപെടാത്ത? ഇവരുടെയൊക്കെ തലയിൽ വെളിച്ചം വീശട്ടെ യേശുക്രിസ്തു. സഭയില് അനുസരണ എന്നാണല്ലോ പറയുന്നത്, അനുസരണയോടെ ജീവിക്കണം എന്നല്ലേ. ഈ അനുസരണയും പിന്നെ പേടിപ്പിക്കുക ദൈവകോപം എന്നും പറഞ്ഞിട്ടാണല്ലോ. ഇത് രണ്ടും പിതാക്കന്മാർക്ക് ബാധകമല്ലേ? സിസ്റ്റേഴ്സിന് മാത്രമാണോ? മെത്രാന്മാരെയല്ലേ ഈ പറയുന്നേ ഈ പിതാക്കന്മാരെന്നാ അല്ലേ? അതിന്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ആരെ അനുസരിക്കേണ്ട? ദൈവത്തെ മാത്രല്ലേ പിന്നെ അനുസരിക്കാനുള്ളൂ. ബിഷപ്പുമാര് പറയുന്നത് എല്ലാത്തിൻ്റെയും മുകളിലാണല്ലോ. എന്ത് പറഞ്ഞാലും അനുസരിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ചിന്താശേഷിയെ വരെ ഇല്ലാതാക്കുന്ന ഒരു അനുസരണമാണ് കത്തോലിക്ക സഭയിലുള്ള ഒരു അനുസരണം, പഠിപ്പിക്കുന്ന അനുസരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിയുണ്ട്, നമ്മൾ പഠിപ്പിക്കുന്നു, നമ്മൾക്ക് സർക്കാരോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ശമ്പളം തരുന്നു, അതൊക്കെ മേടിക്കാൻ ബുദ്ധി ഉപയോഗിക്കാം. പക്ഷേ ഇവരെന്തെങ്കിലും പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് ബുദ്ധി ഉപയോഗിച്ച് പറയാൻ പറ്റത്തില്ല. അവിടെ ദൈവഹിതം. ഫ്രാങ്കോ റേപ്പ് ചെയ്യാൻ വന്ന അത് ദൈവഹിതം, അനുസരിക്കുക. ഫ്രാങ്കോ രാത്രി മുറിയിലേക്ക് വിളിച്ചാൽ ചെന്നില്ല, അതും കുറ്റമാണ്. അനുസരണക്കേട്. നമ്മുടെ ഈ പ്രകൃതി മുഴുവൻ ഇങ്ങനെ ഒഴുകുന്ന ഒരു അനുസരണയുണ്ട് ഈ പ്രകൃതിയിൽ. ആ അനുസരണം ഇങ്ങനെ നമ്മുടെ ആകാശവും ഭൂമിയും എല്ലാം ആ ഒരു ഒഴുക്കിലനുസരിച്ചാ പോകുന്നേ. ആ ഒരു മനോഹരമായ അനുസരണം എന്ന പ്രതിഭാസത്തെ തീർത്തും വൈകല്യമാക്കിയിട്ടാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്. എന്ത് പറഞ്ഞാലും അനുസരിക്കുക എന്നുള്ളതല്ല, ശരിയായിട്ടുള്ളത് അത് ധർമ്മം, അത് ചെയ്തു പോകും നമ്മൾ. ഇല്ലെങ്കിൽ നമുക്ക് അപകടം ഉണ്ടാകും. നമ്മൾ പെട്ടെന്ന് കാറ് ഡ്രൈവ് ചെയ്ത് പോകുന്നു, ഓപ്പോസിറ്റ് പെട്ടെന്ന് ഒരു വണ്ടി വരുന്നു, നമുക്ക് ബ്രെയിൻ പറയുന്ന ചവിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചവിട്ടി നിർത്തിയില്ലെങ്കിൽ നമ്മളില്ലാതാകുന്നു അല്ലേ? ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ പ്രതിഭാസത്തോടെ അനുസരണപ്പെട്ടു പോകും. അത് മുതിർന്നവരാണ്, സ്ഥാനം കൂടുതലുള്ളവരുടെ, സ്ഥാനം കുറഞ്ഞവരൊന്നൊന്നുമല്ല. മുഖ്യമന്ത്രി ഒരു വണ്ടി ഓടിച്ചു പോയാൽ നിർത്തേണ്ട സമയത്ത് നിർത്താതിരിക്കാൻ പറ്റുമോ? നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണ്ടേ? അതാണ് പറയുന്നത്, അതൊരു ഫ്ലോയാണ്. ഫ്ലോ ഓഫ് ലവ്, കെയർ, കൺസേൺ അല്ലേ? അതാണ് അനുസരണം. അതിനെ തീർത്തും വൈകല്യമാക്കി. നമുക്ക് ബുദ്ധിയില്ല, സ്വാതന്ത്ര്യമില്ല, ഒന്നുമില്ല. എല്ലാം ദൈവഹിതം 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 എന്ന് പറഞ്ഞാണ് കോൺവെന്റ് അല്ലെങ്കിൽ സെമിനാരിയിലും ചേരുന്നവരുടെ മുതൽ പഠിപ്പിക്കുന്ന. അവർ പിന്നെ കുറച്ചും കൂടെ അതിനെയൊക്കെ മാറ്റിക്കളഞ്ഞ് ജീവിക്കാൻ പഠിച്ചു. ആരെ? പുരോഹിതന്മാര്, മെത്രാന്മാര്. സഭയ്ക്കുള്ളിലെ ഇപ്പൊ പറഞ്ഞ പോലത്തെ ലൈംഗിക പീഡന പരാതികള് വരുമ്പോ ഇരകളുടെ ശബ്ദം കേൾക്കാൻ ഒരു സംവിധാനവും ഇല്ലേ? അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ അപ്പോഴേ ആ ആൾ ഔട്ടായി. അതാണ് ആ ഒരു സംവിധാനമാണ് ഇപ്പൊ. ഞാൻ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ എന്നെ ഏതെങ്കിലും ഒരു പുരോഹിതൻ തോണ്ടി മുറിച്ചു, അല്ലെങ്കിൽ എന്നെ അടിച്ചു, കടിച്ചു, പറിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നാല് അപ്പൊ തന്നെ അതിനെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഒരു വ്യക്തികളൊന്നും ഉള്ളതായിട്ട്, സംവിധാനങ്ങളും ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ഉടനെ ആ ആളെ എങ്ങനെയാണ് ക്രൂശിക്കാവുന്നത്? ആ ആളെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ട്രാൻസ്ഫർ അടിക്കുക, പെട്ടെന്ന് അന്യായമായി ട്രാൻസ്ഫർ അടിച്ചു കൊണ്ടുപോവുക, ചെയ്തയാളിവിടെ, ദ്രോഹിച്ച ആളിവിടെ നിൽക്കുകയായിരിക്കും. അങ്ങനെയൊരു സംവിധാനം ഇല്ല. ഉള്ള സംവിധാനം ഒറ്റയടിക്ക് ഈ ആരാണോ കൂടെ താഴെ നിൽക്കുന്നയാൾ അവരെ പുറത്താക്കുക, അല്ലെ അവരെ ദ്രോഹിക്കുക, അവരെ സമൂഹത്തിൽ കളിയാക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് തന്നെയൊക്കെ നടക്കാൻ ഉള്ളൂ. പിന്നെ എന്തൊക്കെയോ ഒരു ഉണ്ടാക്കി വെക്കുമ്പം
മൊത്തത്തിൽ കത്തോലിക്ക സഭ പുരുഷന്മാരുടെ കൂട്ടത്തിൽ സിസ്റ്റേഴ്സിൻ്റെ അടുത്തൊന്നും അങ്ങനെ ഒരു സെല്ല് ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. പിന്നെ ഏത് സെല്ലാണേലും ആ മെയിനായിട്ടുള്ള പ്രൊവിൻഷ്യൽ ടീം പിന്നെ ജനറൽ ടീം അവരൊക്കെ കൂടെ കൂടിയിട്ടാണല്ലോ തീരുമാനിക്കുന്നത്. എന്നെയൊക്കെ പുറത്താക്കാൻ ലെറ്റർ എഴുതാൻ തുടങ്ങിയത് അവരെല്ലാവരോട് കൂടിയിട്ടാണല്ലോ. അതങ്ങ് നടപ്പാക്കുന്നു, അതിനപ്പുറത്തേക്കൊന്നുമില്ല. സിസ്റ്റർക്ക് അതിന്റെ മേലെ പോയിട്ട് സിസ്റ്ററുടെ ഒരു ഭാഗം പറയാനോ ഇല്ല മേലെ ഒന്നുമില്ല. അതിന്റെ മേലെ എന്ന് പറഞ്ഞ ഇവരുടെ സ്വാധീനത്തിൽ അതിന്റെ മേലെയൊക്കെ ഉള്ളവര്. ഇപ്പൊ റോമിൽ വരെ ഞാൻ അപ്പീൽ പോയതാ. റോം എന്ന് പറയുന്നത് തന്നെ ആരാ ശരിക്കും? നമ്മുടെ ഈ കേരളത്തിലെ അവിടെയൊന്നും വലിയ അവർക്ക് എന്തോ ലൂസി ആര്, പിന്നെ അവർക്ക് അറിയാവുന്ന FCC എന്നുള്ള സന്യാസ സഭയാ. പിന്നെ അവരുമായിട്ട് മാത്രമേ കണക്ഷൻ ഉണ്ടാവുള്ളൂ. എന്നെ ഒന്നും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ഒരു ഫോൺ കോൾ വന്നിട്ടില്ല, ഒരാളെ പോലുള്ളൊരു മിഷൻ വെച്ച് എന്നെ വിളിച്ചിട്ട് നടത്തിയിട്ടില്ല, ഒരു ഇൻവെസ്റ്റിഗേഷനോ ഒന്നും. അങ്ങനെ നടത്തുള്ളൂ. കാരണം ലോകത്തിന്റെ സഭയാണ് കത്തോലിക്ക, ലോകം മൊത്തത്തിലുള്ളതാണ്. അതിലിവിടെ ഈ ഏഷ്യയില്, ഇന്ത്യയില്, കേരളത്തില്, വയനാട്ടില് കാരിക്കാമല കിടക്കുന്ന സിസ്റ്ററിന്റെ ഇഷ്യൂ മാർപ്പാപ്പ ഡിസ്കസ് ചെയ്യുവോ? ചെയ്യുന്ന ആരാ? കേരളത്തിലെ റോമ, ആലഞ്ചേരി. ആരുമായിട്ട്? എന്നെ സഭയിൽ നിന്ന് പുറത്താക്കിയ ആളുമായിട്ട്, അധികാരവുമായിട്ട് സംസാരിക്കും. അവരെങ്ങനെ സംസാരിക്കുള്ളൂ? സിസ്റ്ററെ കുറ്റപ്പെടുത്തി. ഏത് വിഷയത്തിലാണ് ഇടപെട്ടത്? ബിഷപ്പ്, ഫ്രാങ്കോ ബിഷപ്പിന്റെ വിഷയത്തിലല്ലേ? അതങ്ങനെ വരുവുള്ളൂ. അതിനകത്തെല്ലാം അന്യായങ്ങളാ. അതിന്റെ മേലൊന്നുമില്ല. അതിന്റെ മേലുള്ളതാണ് നമുക്ക് ചെല്ലാവുന്ന സ്ഥലങ്ങൾ, നീതിന്യായ പീഠങ്ങൾ. ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്ന സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, മറ്റ് താഴെ കോടതികൾ. അവിടെ ചെന്നാൽ കിട്ടിയ കിട്ടി, പോയി എന്ന് പറയുന്ന പോലെ എന്നാലും വിശ്വസിച്ച് പോവുകയാണ്. അതല്ലേ നമുക്ക് മുറുകെ പിടിക്കാനുള്ളൂ അല്ലേ? അതേ ഉള്ളൂ. ഇപ്പൊ സന്യാസ ജീവിതത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, സമൂഹവും പിന്നെ സഭയും ഒക്കെ തന്നെ കുറ്റക്കാരിയായി കാണുന്നു. എങ്ങനെയാണ് ആ ഒരു കാലത്തിനെ അതിജീവിച്ചു പോകുന്നതെന്നുള്ളത്? കാരണം ഇനിയും ചിലപ്പം പലർക്കും തുറന്നു പറച്ചിലുകളുമായി മുന്നോട്ട് വരേണ്ടി വരും. അപ്പൊ അതിജീവനം കേട്ട് തന്നെ അവര് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എങ്ങനെയാണ് സിസ്റ്റർ അതിനെ അതിജീവിച്ചു പോകുന്നത്? ഏതൊക്കെ രീതിയിൽ? എനിക്കെതിരെ കുറേ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, അല്ല എന്നെ ദ്രോഹിക്കാൻ വേണ്ടി എനിക്ക് കുറേ പ്രതിഭാസങ്ങൾ, കുറേ കാര്യങ്ങൾ എൻ്റെ പള്ളി സിസ്റ്റേഴ്സും ചെയ്തിട്ടുണ്ട്. സിസ്റ്റേഴ്സ് ചെയ്തതെല്ലാം സംസാരം നിർത്തി അങ്ങനെ ഓരോന്ന് പടിപടിയായിട്ട് ഇപ്പോൾ ഉള്ള ഒരവസ്ഥ വരെ എത്തിച്ചു നിർത്തിയിരിക്കുന്നത്. പക്ഷെ എൻ്റെ പള്ളിക്കാരും എനിക്കെതിരെ ആ ദിവസങ്ങളിലൊക്കെ വലിയ പ്രസംഗങ്ങളെ, വലിയ സമ്മേളനങ്ങളെ മയക്ക് കിട്ടി വലിയ സമ്മേളനങ്ങൾ നടത്തുക, പിന്നെ മുദ്രാവാക്യം വിളിച്ച് കിലോമീറ്ററുകൾ പബ്ലിക് റോഡിലൂടെ എന്നെ അപമാനിച്ചുകൊണ്ട് പന്തം കൊളുത്തി എൻ്റെ കോലമൊക്കെ ഉണ്ടാക്കി. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നെ കേരളത്തിലെ മൊത്തം പള്ളികളിൽ എനിക്കെതിരെ പ്രസംഗിപ്പിക്കുക, എൻ്റെ റിലേറ്റീവ്സിൻ്റെ, എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇരിക്കുന്ന പള്ളിയിൽ പോലും എനിക്കെതിരെ പ്രസംഗിപ്പിക്കുക. അങ്ങനെയൊക്കെ കുറേ അധികം. പിന്നെ ഒപ്പുശേഖരണം നടത്തി എൻ്റെ പള്ളിയിൽ, വീടുകൾ തോറും കയറി ഇറങ്ങി എന്നെ ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെയെല്ലാം വന്നപ്പോഴും എനിക്കറിയത്തില്ല, എനിക്ക് ഈ പ്രകൃതി, ഈ പ്രപഞ്ചം, നല്ലവരായ ഒത്തിരി മനുഷ്യർ, ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത മനുഷ്യർക്ക് എവിടുന്നോ എനിക്ക് നല്ലൊരു ഭയങ്കരമായ ഒരു അമൃതം പോലെ ഒരു ശക്തി കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ശരിക്കുള്ള ഒരു ബോധ്യം ഇപ്പോഴും ഉണ്ട്. ഒരാൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ളത്, ആർക്കും ദോഷം വരാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നതൊക്കെ വളരെ സിമ്പിളായിട്ട് കാണാൻ, അവരോടൊരു സഹതാപത്തോടെ അവരെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്നെ വല്ലാതെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എനിക്കെതിരെ എൻ്റെ കോൺവെൻറ്റിൻ്റെ അടുത്തുള്ള പറമ്പിലാണ് സ്റ്റേജൊക്കെ കെട്ടി വലിയ പെരുന്നാളിന് പ്രസംഗിക്കുകയല്ലേ, കണ്ടിട്ടുണ്ടോ? അതുപോലെ മൈക്ക് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് ഒരു സൗണ്ട് ബോക്സ് കോൺവെന്റിലേക്ക് വെച്ച് ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് 3 മണിക്കൂർ നീണ്ടു നിന്ന പ്രസംഗങ്ങൾ, എല്ലാ പ്രസംഗങ്ങളും ഒറ്റ ഒരാളെ കേന്ദ്രീകരിച്ച്, എന്നെ കേന്ദ്രീകരിച്ച്. അപ്പോൾ അത് കഴിഞ്ഞ്, അതൊരു ശനിയാഴ്ച രാത്രിക്കായിരുന്നു. ഞായറാഴ്ചത്തെ 2 കുർബാനയ്ക്ക് ഞാൻ പോയി. ആ പ്രസംഗിച്ച മുഴുവൻ പേരെ, അത് സംഘടിപ്പിച്ചവരെ ഞാൻ നേരിട്ട് കണ്ട് കൈ കൊടുത്ത് അഭിനന്ദിച്ചു. നന്നായിരുന്നു എന്ന് പറഞ്ഞു പ്രസംഗം. എല്ലാം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല, എന്നാലും നല്ലതായിരുന്നു എന്ന് പറഞ്ഞു 2 കൂട്ടരെയും ഞാൻ പോയിട്ട് അഭിനന്ദിച്ചു. അവരെൻ്റെ കയ്യിൽ നിന്ന് അഭിനന്ദനമൊക്കെ മേടിച്ചു. പിന്നെ എന്നോട് ദ്രോഹിക്കുന്നവരോട് ഞാൻ നിസ്സഹായരായിട്ട് മിണ്ടാതിരിക്കുന്നവരുണ്ട്, ഇടവകക്കാരൊക്കെ. കാരണം അവരെന്നോട് സംസാരിച്ചാൽ
ഈ പുരോഹിതനും സിസ്റ്റേഴ്സും അവരോട് സംസാരിക്കുകയില്ല. അതുകൊണ്ട് അത് പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നവരുണ്ട്. അല്ലാതെ നല്ലൊരു സമൂഹം സംസാരിക്കുന്നവരും ഉണ്ട്. ആ പള്ളിക്കാർ തന്നെയാണല്ലോ എനിക്ക് ഏറ്റവും ആദ്യത്തെ സപ്പോർട്ട് തന്നെ, എൻ്റെ പള്ളിക്കാരാണല്ലോ. അപ്പൊ അതെല്ലാം അങ്ങനെയുണ്ട്. അപ്പൊ നമ്മള് കാഴ്ചപ്പാടിൽ നമ്മൾ വൈരാഗ്യം വന്നാൽ തീർന്നു. നമ്മളെ ദ്രോഹിക്കുന്നവരോട്, ഇപ്പൊ എന്നെ ദ്രോഹിക്കുന്നവരോട് എനിക്ക് വൈരാഗ്യം ഇല്ല. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അവരോട് ശരിക്കും സിസ്റ്റേഴ്സിനോട് എനിക്ക് സഹതാപമാണ്. ഒരു അടിമത്തത്തിന്റെ അന്ധകാരമാണല്ലോ അവരെ ഇങ്ങനെ ശരിക്കും ചിന്തിക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയാത്ത വിധത്തിൽ ആക്കിയേക്കുന്ന എന്നുള്ളൊരു സഹതാപമുണ്ട് എനിക്ക്. സത്യം അറിയാവുന്നവരാണ്, സത്യത്തിന് വേണ്ടി തിളയ്ക്കുന്നവരാണ് പള്ളിയോട് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ മൗനമായി പോകുന്നത്. അപ്പൊ അവരോടൊക്കെ നമുക്ക് സഹതാപം എന്നല്ലാതെ ഒന്നും കാണിച്ചിട്ടും കാര്യമില്ലല്ലോ. ഞാൻ രാവിലെ ചെല്ലും, 5:30 ചെല്ലും, ബെല്ലടിക്കും, അവർ റെഡി ആയിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ. ഒരു കുറച്ചു നേരം ഇറങ്ങി വരും. 20 ക്യാമറകളോളം ഉണ്ട്, അതെല്ലാം ഓണാക്കും. ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴാണ് ഓണാക്കുന്നത്. ആ ഒരു ടൈം കഴിഞ്ഞിട്ട് വന്ന് ഒരു വാതിൽ തുറക്കും, മോനെ നിൽക്കും. ഞാൻ ഗുഡ് മോർണിംഗ് പറയും, ചിരിച്ചോണ്ട് ഞാൻ ഗുഡ് മോർണിംഗ് പറയും. ചില ദിവസം ചോദിക്കും, എന്തിനാ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വന്നതല്ലോ, ഒന്ന് ചിരിച്ചുകൂടെയെന്ന് ചോദിക്കും. സിസ്റ്റർ ചോദിക്കും, ഞാൻ ചോദിക്കും. ഞാൻ വൺ വേ ആയിട്ട് സംസാരിക്കും അവരോട്. അതുകൊണ്ട് അവരെന്നെ കാണാതെ മാറി നടക്കും അപ്പോൾ ഞാൻ സംസാരിക്കുന്നതുകൊണ്ട്. അപ്പൊ അത്രയൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഞാൻ ഫ്രഷ് ആകണമല്ലോ, അങ്ങനെ. പിന്നെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കും, പക്ഷെ അവർ മാക്സിമം അവോയ്ഡ് ചെയ്യും. അവോയ്ഡ് ചെയ്യാൻ എൻ്റെ മുമ്പിൽ വരാതിരിക്കുക. വന്നാൽ ഞാൻ സംസാരിക്കുമല്ലോ, എന്തെങ്കിലും ഞാൻ സംസാരിക്കും, വിശേഷം ചോദിക്കും. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഒരു ശക്തി കിട്ടുക. സിസ്റ്റർ എപ്പോഴെങ്കിലും അവരോട് ചോദിച്ചിട്ടുണ്ടോ, ഈ യേശുക്രിസ്തുവിന്റെ സ്നേഹം പ്രസംഗിക്കുന്നവരാണല്ലോ, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിങ്ങളുടെ കൂടെ തന്നെ ഉള്ള അല്ലെ, അവരുടെ കൂടെ തന്നെ വളർന്നു വന്ന ഒരു ആൾക്കാരാണല്ലോ, അവർ ഒപ്പം നിന്ന് എന്താ പറയാ കളിച്ച് ചിരിച്ച് അങ്ങനെ വളർന്നവരല്ലേ, അവരോട് എങ്ങനെയാണ് ഇങ്ങനെ ക്രൂരരാവാൻ പറ്റുന്നത് എന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട് പക്ഷെ ചോദിക്കുമ്പോൾ ചോദ്യത്തിന് മുമ്പിൽ നിന്ന് അവർ ഓടുമല്ലോ. പിന്നെ പലതരത്തിലുള്ള അനുഭവങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഉന്തിയിടുക, തള്ളിയിടുക ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ സത്യാഗ്രഹം ചെയ്ത സമയത്ത് ഞാൻ മഠത്തിന് മുമ്പിൽ സത്യാഗ്രഹം ചെയ്തല്ലോ, സത്യം നീതി കിട്ടാൻ വേണ്ടിയിട്ട്, നിഷേധിക്കപ്പെട്ടതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, റൂം മാത്രമല്ലാതെ. അപ്പം ഭയങ്കര ദേഷ്യമായിരുന്നു, ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്. അന്നേരം ഏറ്റവും സഭയിലെ ഏറ്റവും അമ്പന്മാരെ അന്നേരം അങ്ങോട്ട് വിടും. അന്ന് ട്രാൻസ്ഫർ ആയിട്ട് വന്നവരെ ഇതുവരെ മാറ്റിക്കൊണ്ട് പോയിട്ടില്ല, അവരെ തന്നെയാണ് നിർത്തിയേക്കുന്നത്. ആകെ ഒരാളും മാറി, പിന്നെ ബാക്കിയുള്ള ഒരു ചെറുത് കാണും, അതിനെ മാത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ അല്ലാതെ വന്നേക്കുന്നവർ അവിടെ തന്നെ നിൽക്കുക, കണ്ടിന്യൂ ചെയ്യുക. സെക്കൻഡ് ടേം സുപ്പീരിയറായി, ഇനിയിപ്പം തേർഡ് ടേം സുപ്പീരിയർ ആകും, അങ്ങനെ വെച്ചിരിക്കുക. അപ്പം അത്രയും വൈരാഗ്യം ഇങ്ങോട്ട് കുടഞ്ഞിടാൻ പറ്റുന്നവരാ. ഭയങ്കര ദേഷ്യം മുഖത്തൊക്കെ. അതിന് അവരോട് സുവിശേഷം ഒന്നും പ്രസംഗിച്ചിട്ട് കാര്യമില്ല. രാവിലെ പോയി കുർബാന ആയിക്കൊള്ളുന്നതല്ലേ, രാവിലെ കുർബാന ആയിക്കൊള്ളാൻ പോകുന്നത് അങ്ങനെയാണല്ലോ, കുർബാന ആയിക്കൊണ്ടിട്ട് വരുന്നത് അങ്ങനെയാണല്ലോ. എത്ര വർഷമായി? അതും ഇതും തമ്മിലൊരു ബന്ധവുമില്ല. അതിങ്ങനെ ആ വേഷം ഇടുന്നു, രാവിലെ പോകുന്നു, യാന്ത്രികമായി പോകുന്നു, കഴിയുന്നു, വരുന്നു. അല്ലാതെ കാരണം അവർക്ക് അവരെ അധികാരികളെല്ലാം കൂടെ ഒറ്റക്കെട്ടാണല്ലോ. ഞാൻ എങ്ങനെയും പോകണം, അപ്പം എന്നെ പുറത്താക്കണം. അപ്പം അതിനുള്ള എല്ലാ വഴികളും നോക്കിയല്ലോ, എല്ലാ വഴികളും നോക്കി, എല്ലാം അടഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നു. വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? കമ്മീഷനൊക്കെ കണക്കാ. മീൻസ് അന്നത്തെ വനിതാ ജോസഫീനായിരുന്നു അന്നത്തെ വനിതാ കമ്മീഷൻ. 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ മാക്സിമം ഞാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, എനിക്ക് ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടേ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവര് ഈ ഒരു മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പോയിട്ടില്ല. കാരണം എനിക്ക് 2 പ്രാവശ്യം ഞാൻ ക്ലാസ് ഉള്ള ദിവസമായിരുന്നു. അത് കളഞ്ഞിട്ട് ഞാൻ പോയില്ല. എനിക്ക് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അർജൻറ്റ് ഡേയ്സ്, എക്സാം ഒക്കെ അങ്ങനത്തേതായിരുന്നു. പിന്നെ 3-ാമത്തെ പ്രാവശ്യം എനിക്കറിയാം, ചെന്നാൽ സിസ്റ്റേഴ്സ് ആണല്ലോ ഓപ്പോസിറ്റ് വരുന്നേ, ചെന്നാൽ എന്തായിരിക്കും ജോസഫീൻ പറയുന്നതെന്നും എന്തായിരിക്കും ഉണ്ടാകുന്നതെന്നും എനിക്കറിയാം. കാരണം പല പരാതികളും നേരിട്ട് വന്ന് വനിതാ പോലീസില്ലേ, വനിതാ പോലീസ് സ്റ്റേഷനില്ലേ, കൽപ്പറ്റയിലുണ്ടായിരുന്നു. അവരുടെ അടുത്ത് പോലും പോയി പരാതി പറഞ്ഞിട്ട് അവർ വന്ന് നിർബന്ധിച്ച് വിളിച്ചിട്ട് വന്ന് കേട്ടു പോയത് എന്താണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ പറമ്പില് 100-300ഓളം തെങ്ങുണ്ട്. തേങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തേങ്ങ പോലും തരില്ലായിരുന്നല്ലോ, എനിക്കൊന്ന് പൊതിച്ചിട്ടുണ്ടാക്കണമെങ്കിൽ.
വീഴുന്ന തേങ്ങ പോലും അവരെടുത്തുകൊണ്ട് പോകുമായിരുന്നു. മീൻസ് അത്രയും തെങ്ങ്. അപ്പം ഞാനതൊരു ഇൻവെസ്റ്റിഗേഷൻ ഇവരിങ്ങനെ അന്വേഷിക്കാൻ വന്നപ്പോൾ ഞാനത് പറഞ്ഞു. ഞാൻ കടയിൽ നിന്ന് പോണ ഒരു ഇത്രയും തേങ്ങയുള്ള വീട്ടിൽ നിന്ന് ഒരു തേങ്ങ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ നോക്കട്ടെ എന്ന്. അപ്പോൾ സിസ്റ്റേഴ്സ് തേങ്ങ പറിച്ചിടുന്ന റൂം ഇങ്ങനെ കൂടി കിടക്കുക തേങ്ങ. അപ്പോൾ അവർ ചോദിച്ചപ്പോൾ സിസ്റ്ററിന് എന്താ കൊടുത്തുകൂടെയെന്ന് ചോദിച്ചു, എനിക്ക് കൊടുത്തുകൂടെയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് പിന്നെ അതിനകത്ത് സിസ്റ്റർ കയറിയ എന്നെ പാമ്പ് കടിക്കുമെന്ന്. അപ്പോൾ അവർ എന്നോട് വന്ന് പറയുക അന്വേഷണ ഉദ്യോഗസ്ഥർ, സിസ്റ്റർ അങ്ങനെയാ പറഞ്ഞ, സിസ്റ്റർ അവിടെ കയറിയ പാമ്പ് കടിക്കുമെന്ന് പറഞ്ഞെന്ന്. തയ്യൽ മെഷീൻ പൂട്ടിയിട്ട് അത് ചോദിച്ചപ്പം പറയുക സൂചി കൊണ്ടാ കയ്യിൽ നിന്ന് ചോര വരുമെന്ന്. എന്നിട്ട് ഞങ്ങളെ അന്ന് കൊള്ളിച്ചെന്ന് പറയുന്നു. അത് കേട്ടിട്ട് പോയി അവര്. അവരോട് നമ്മൾ അതിലൊക്കെ നല്ല പിന്നെ ഒന്നും കിട്ടാതെ വന്നപ്പോഴാണല്ലോ നമ്മൾ കോടതി പോയത്. അതൊക്കെയാണ് നമ്മുടെ ഭരണ സംവിധാനം. സിസ്റ്റേഴ്സിൻ്റെയും അച്ഛന്മാരുടെയൊക്കെ പള്ളിമുറിയിലും ഇവിടെ മഠത്തിൻ്റെ മുമ്പിലും വന്നു കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന ഒരു പരിവേഷം, ഒരു അനാവശ്യ പരിവേഷം, ഒരു വിശുദ്ധ പരിവേഷം കൊടുക്കുകയാണ്. മനുഷ്യരല്ല അവിടെ ദൈവങ്ങളാണെന്നുള്ള. എന്നാൽ ദൈവങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ചിന്തിക്കുന്നുമില്ല. ഇപ്പൊ സിസ്റ്റർ റാണിട്ട് തന്നെ പറഞ്ഞല്ലോ, സഭയിൽ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഓരോ ആവശ്യങ്ങൾക്ക്, അതായത് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിഷപ്പിന്റെ അടുത്തും മറ്റും ചെല്ലുമ്പം അപേക്ഷിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ഒരു തുകയൊക്കെ അനുവദിച്ച് കിട്ടാനും. വലിയ വരുമാനമുള്ളവർ പോലും അവരുടെ മുഴുവൻ ശമ്പളം എന്ന് പറഞ്ഞ പോലെ സഭയിലേക്ക് കൊടുക്കുകയാണ്. അത് ഇപ്പൊ അവരുടെ സന്യാസഭ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അധികം വർഷം ആകാത്തൊരു സന്യാസഭയാണെന്ന് ഓർക്കാം. എന്നാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഞങ്ങളൊക്കെ അംഗങ്ങളുള്ള സന്യാസഭയിലും സ്ഥിതിവിശേഷം അത് തന്നെയാണ്. എല്ലാം ചോദിച്ച് 10 പ്രാവശ്യം 100 പ്രാവശ്യം ചോദിച്ച്. ഈവൻ ഞാനൊരു ടീച്ചറാണ്, എനിക്കൊരു ലാപ്ടോപ്പ് അവർ തന്നു. നമുക്ക് 2000 മുതൽ നമുക്ക് പിന്നെ കുട്ടികളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കണമായിരുന്നു. ഞാൻ മാത്തമാറ്റിക്സ് ടീച്ചറായി. ഞങ്ങൾ ആദ്യം ട്രെയിനിങ് തരുന്ന മാത്തമാറ്റിക്സ് ടീച്ചേഴ്സിനായിരുന്നു. അപ്പോൾ എനിക്ക് 2008 ഒരു ലാപ്ടോപ്പ് തന്നു സഭയിൽ നിന്ന്. 4 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാറ്ററി മാറണമായിരുന്നു. ഞാൻ റിട്ടേൺ റിക്വസ്റ്റ് എഴുതി സബ്മിഷൻ നടത്തി വായും കൊണ്ട് പറഞ്ഞാൽ പോരാഞ്ഞിട്ട് എനിക്ക് ഇത്രയും എക്സ്പെൻസ് വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് എഴുതി കൊടുത്ത് ഫയലിൽ സ്വീകരിച്ചതിന് ശേഷമാണ് നമ്മൾ മാസം നമ്മുടെ ശമ്പളം നേരിട്ട് 0 ക്യാഷിൽ പോകുന്നതാണ്. എന്നിട്ട് നമ്മളെ കൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ഒരു എഡ്യൂക്കേഷൻ്റെ ടീച്ചിങ്ങിൻ്റെ ഗവൺമെൻറ് നൽകുന്ന സാലറി മേടിച്ച് സഭയിൽ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. എന്നിട്ട് പോലും ഇതിൻ്റെ ബാറ്ററി മേടിക്കാൻ വേണ്ടി നമ്മൾ എഴുതി കൊടുക്കണം. എഴുതി റിപ്പോർട്ടാക്കി സൈൻ ചെയ്ത് വിത്ത് ഡേറ്റ്. ഭയങ്കര ഡോക്യുമെൻ്റ് അത്. അങ്ങനെ അപ്പം പിന്നെ പേഴ്സണൽ കാര്യത്തിന് ചോദിക്കുന്നതിനെ കുറിച്ച് ഇനി ഞാൻ പറയണ്ടല്ലോ. അതാണ് ഇപ്പോഴും സ്റ്റിൽ മാറ്റമൊന്നുമില്ല. മറ്റവർക്കൊക്കെ ഏതാണ്ട് ചെറിയ പോക്കറ്റ് മണി കൊടുക്കും. അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ചായ കുടിക്കണമെങ്കിലോ എന്തെങ്കിലും ഒന്ന് കയറി കഴിക്കാം, പോക്കറ്റ് മണി ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ. ഇതങ്ങനെയല്ലല്ലോ. ഇത് എല്ലാത്തിനും ഇപ്പം 100 രൂപ തന്നെങ്കിൽ 100 രൂപയുടെയും കണക്ക് കൊടുക്കണം. 99 ആയില്ലെങ്കിൽ 1 രൂപ ബാലൻസ് കണക്ക് കൊടുക്കണം. അതാണ് സ്റ്റിൽ. പക്ഷെ എല്ലാവരും അങ്ങനെയാണോ പോകുന്നതെന്ന് ചോദിച്ചാൽ അല്ല. അധികാരികളോട് കൈപ്പിടുത്തമുള്ളവർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും, ഇഷ്ടംപോലെ ചിലവഴിക്കാം. ചുമ്മാ ഒരു കണക്ക് കൊടുത്താൽ മതി. എനിക്ക് ഞാനൊരു ടീച്ചറായിട്ട് പോലും ഞാൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി വേണ്ടാത്ത ആളാണ്. ഏറ്റവും ലളിതമായിട്ട്, കാരണം ഈ ചോദിക്കുന്നതുകൊണ്ടെങ്കിൽ ആ പ്രോസസ്സ് എനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമല്ല. നമ്മളൊരു ജെനുവിൻ ആയിട്ടുള്ള കാര്യത്തിനല്ലേ ഞാൻ ചോദിക്കുകയുള്ളൂ. അപ്പോൾ എനിക്കത് കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യങ്ങൾ വേണ്ടെന്ന് വെക്കും. വേണ്ടെന്ന് വെച്ചാൽ ആ പ്രോസസ്സിൽ നിന്ന് ഒഴിവാകാമല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ടീച്ചിങ്ങിന് കയറിയിട്ട് ഫസ്റ്റ് ദ്വാരക സെക്രട്ടറി ഹാർട്ടിൽ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പം ടൂറിന് പോവുക, സ്റ്റാഫും കുട്ടികളും കൂടെ. അത് ഓൺലി സ്റ്റാഫാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് 200 രൂപയാണ് അന്നത്തെ ട്രഷറർ ഞാൻ ചോദിച്ചിട്ട് പല പ്രാവശ്യം ചോദിച്ചിട്ട് എനിക്ക് തന്നെ. എന്നിട്ട് ആ 200 രൂപയുടെ ബാലൻസ് ചോദിക്കുമോ, ഞാൻ കൊടുത്തില്ല 200 ചിലവെന്ന് പറഞ്ഞു. എൻ്റെ കണക്ക് കൊടുക്കാൻ എത്ര പ്രാവശ്യം ചോദിച്ചുകൊണ്ട് പുറകെ നടന്നെന്നറിയാം. 200ൻ്റെ കണക്ക് കൊടുക്കാൻ. 200 ചിലവ് ടൂറെന്ന് പറഞ്ഞ് എഴുതിയാൽ പോരെ, പോക്കറ്റ് മണി. ഇതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് മാറ്റമുള്ളതായിട്ട് ഈ വർഷങ്ങളിലെങ്ങാൻ മാറിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല, മാറിയിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ചിലർക്ക് ഇങ്ങനെ പോക്കറ്റ് മണി ചിലർക്ക് ഇച്ചിരി കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിലാണെങ്കിൽ എല്ലാ സിസ്റ്റേഴ്സിനും മന്ത്ലി ഒരു 5000 റുപ്പീസ് എങ്കിലും കോൺവെൻറ്റുകാർ കൊടുക്കണം. കാരണം അത്രയെങ്കിലും ഏറ്റവും കുറഞ്ഞത്. കാരണം ഇപ്പം ജോലിയുള്ളവരാണേലും ജോലി ഇല്ലാത്തവർ മടത്തി കിടന്ന് ജോലി ചെയ്യുന്നില്ലേ, എല്ലാവർക്കും കൊടുക്കണം. ഇപ്പോഴും ആങ്ങളമാരല്ലല്ലോ റീചാർജ് ചെയ്ത് കൊടുക്കണ്ടേ ഫോണ്, അല്ലെങ്കിൽ ചേച്ചിമാര് ആണോ? അല്ലല്ലോ.
ഇപ്പോഴും അത് എന്തിന്റെ സഭ എത്രയോ കോടികൾ പിന്നെ എന്ത് ചെയ്യുന്ന ചാരിറ്റി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്. എവിടെ കൊണ്ടുപോയി ചാരിറ്റി ചെയ്യുന്നത്? ആദ്യം സ്വന്തം വീട്ടിലെ പിള്ളേർക്ക് കൊടുക്കട്ടെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അതുങ്ങൾ 5000 രൂപ പിടിച്ചൊന്ന് തുള്ളിച്ചാടട്ടെ ജീവിതത്തിൽ ആദ്യമായിട്ട്, സ്വന്തം കീശയിലിട്ടോണ്ട്. ശരിയല്ലേ? ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? എൻ്റെ പപ്പയ്ക്ക് ഒരു 1000 രൂപ കൊടുക്കാം, എൻ്റെ അമ്മയ്ക്ക് ഒരു 1000 രൂപ കൊടുക്കാം എന്നാ പിള്ളേർ മനസ്സുകൊണ്ട് പറയട്ടെ. എത്ര കണക്ക് വായിക്കുന്നുണ്ടല്ലോ, ഇത്ര പ്രോവിൻസ് ഇത്രയും കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. ആർക്കാ? ശാലും ടിവിക്ക്, അവർക്ക് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിതന്മാരുടെ ഇങ്ങനത്തെ പൊതുവായ പരിപാടികൾക്ക്. അല്ലാതെ കൊടുക്കട്ടെ. ഞാൻ പറയുന്ന അവരാരും എൻ്റെ ആരുമല്ല, എൻ്റെ ബ്ലഡ് റിലേഷൻ ഒന്നുമല്ല, എൻ്റെ സന്യാസഭയിലോ മറ്റ് സന്യാസഭയിലോ പിള്ളേരൊന്നും. പക്ഷെ ആ കുഞ്ഞുങ്ങളൊക്കെ ആഗ്രഹിക്കും. എനിക്കറിയാം, ഞാൻ എൻ്റെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ടായിരുന്ന ഒരു ആദിവാസി സ്ത്രീ ഉണ്ട്. എന്നെ കാണുമ്പോഴത്തേക്കും കറുപ്പിയമ്മച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്, ഇങ്ങനെ കൈ നീട്ടുന്നത്. നമ്മുടെ കയ്യിൽ ഒരു 10 രൂപ ഉണ്ട്, നമുക്ക് എടുത്ത് കൊടുക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അമ്മ ചായ കുടിച്ചോ എന്ന് പറഞ്ഞ് ഇല്ലേ? അതുപോലെ ഈ സിസ്റ്റേഴ്സിന്റെ എല്ലാം അവരുടെ പോക്കറ്റിൽ ഒരു 5000 രൂപ ഇട്ടേ അവർക്ക് എന്താ നഷ്ടം? കൊടുക്കണം. ജോലി എടുക്കുന്ന പിള്ളേർക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കാതെ ഒന്ന് ചെയ്യണമെങ്കിൽ എപ്പോഴും ഈ ചോദിച്ച ഒരു ഐസ്ക്രീം, ഫുൾ ഐസ്ക്രീം, ഏതെങ്കിലും ഒരു വാനിലോ എന്തെങ്കിലും ഒന്ന് കഴിക്കണം തോന്നി ഏതെങ്കിലും അച്ഛന്മാർ മേടിച്ചു കൊടുത്താലല്ലേ ഇപ്പൊ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതെന്താ ഇവര് മനസ്സിലാക്കാത്തെ? അച്ഛന്മാർക്ക് ഇത് ബാധകല്ല. അവർക്ക് എന്ത് ബാധകം? അവർക്ക് ആ കുർബാനയുടെ സമയത്ത് മാത്രമേ ഒരു ബാധയുള്ളൂ, ബാക്കി സമയത്തൊക്കെ അവര് ഫ്രീയാ അല്ലേ? അളവ് തന്നെ ഇടുന്ന ആ സമയത്താ. പിന്നെ അവർക്ക് എന്താ ക്യാൻ ബി അറ്റ് എനിവേർ അറ്റ് എനി പ്ലേസ്. അല്ല, ഈ ശമ്പളം ഇങ്ങനെ 0 ബാലൻസിൽ നിർത്തുക എന്ന് പറയുന്നത് ഇവർക്ക് ബാധകല്ല. അവരുടെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. അവർക്ക് ഈ സന്യാസ പുരോഹിതന്മാരുണ്ട്, അവർക്കാണ് ഈ നിയമം വരേണ്ടത്. മറ്റവരൊക്കെ പഠിച്ചിട്ട് അവരെങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഡയസിസിന്റെ ഒക്കെ ഒത്തിരി പ്രീസ്റ്റ് കോളേജുകളിൽ പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. ഒക്കെ അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ എങ്ങനെയാണ് അവര്. ഇനി എങ്ങനെയാണെങ്കിലും അവരത് ഫുള്ള് കൊണ്ടുപോയി കൊടുക്കത്തൊന്നുമില്ല. അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പം കൊടുക്കുമായിരിക്കും. അല്ലാതെ ആരെ ഇങ്ങനെ ഫുള്ള്. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലാണെങ്കിലും അങ്ങനെ അല്ലാതെ ചെയ്യുന്നവരൊക്കെ കാണും. നല്ല മനധൈര്യമൊക്കെ ഉള്ളവർ അവരുടെ ആവശ്യത്തിന് എടുത്തിട്ട് കൊണ്ടുപോയി കുറച്ചൊക്കെ എടുത്തിട്ട്, അത് ഈ ജോലി ഉള്ളവർക്കല്ലേ പറ്റുള്ളൂ. അങ്ങനെ എടുക്കുന്നുണ്ട് തന്നെ. കുറച്ച് കള്ളത്തരമൊക്കെ കാണിക്കാൻ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടൊക്കെ വന്നിട്ടുള്ളവർ, അങ്ങനെ ഒരു മനസാക്ഷിയുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ചെയ്തെന്നിരിക്കും. എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ സാധ്യതയുണ്ട്. അങ്ങനെ ഒക്കെ ഇങ്ങനെ. സിസ്റ്റർ എന്താണ് ചിന്തിക്കുന്നത്? ഇങ്ങനെ ഒരു സഭ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഒരു സഭ എന്നുള്ളത്? സഭ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഈ കൂട്ടായ്മയാണല്ലോ ഉദ്ദേശിച്ചേ, അല്ലേ? സത്യം പറഞ്ഞ ഒരാവശ്യവും ഇല്ല. എന്താ ആവശ്യമാ? ഞാൻ നോക്കിയിട്ട് ഇപ്പൊ എൻ്റെ കോൺവെന്റിലെ സിസ്റ്റേഴ്സ് എന്നാ ചെയ്യുന്നത്? അവർക്ക് കുറേ പൈസ കൊടുക്കുന്നുണ്ട് മഠത്തില് കൃഷി ചെയ്യിക്കാൻ വേണ്ടി. അവരെ പറമ്പെല്ലാം നോക്കി നടക്കുന്നു. രാവിലെ ഈ പറയുന്ന പോലെ ഈ ഇങ്ങനെ പോകുന്നു വരുന്നു. വേറെന്താ? അവര് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യുന്നേ? ജനങ്ങളെ സേവിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള ഒരു സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടാകേണ്ടതെങ്കിൽ എന്താ ചെയ്യുന്നത്? ചിലർ പറയും ഓർഫനേജ് നടത്തുന്ന സന്യാസഭ സമൂഹങ്ങളുണ്ട്. ഓർഫനേജ് ഗവൺമെന്റിന് വരെയുണ്ട്. ഗവൺമെന്റ് നടത്തുന്നില്ലേ? ഇല്ലേ? ഹോസ്പിറ്റല് ഗവൺമെന്റിനില്ലേ? സിസ്റ്റേഴ്സ് നടത്തുന്ന ഹോസ്പിറ്റലാണോ ഗവൺമെന്റ് നടത്തുന്ന ഹോസ്പിറ്റലാണോ? ഏതാണ് പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് സ്വീകാര്യം? പറ. സർക്കാർ. അപ്പൊ പിന്നെ സർക്കാർ പോരെ? പിന്നെ ഇവരെയും കൊണ്ട് എന്താ ഗുണം? ടീച്ചിങ് നടത്തുന്നത് സാധാരണ മനുഷ്യരല്ലേ ടീച്ചിങ് നടത്തുന്നത്. ഇനി ഉടുപ്പിട്ടോണ്ട് ചെന്നാൽ മാത്രമേ ടീച്ചിങ് നടത്താൻ പറ്റുള്ളൂ. ഈ കോളേജുകളൊക്കെ എന്തിനാ ഈ സിസ്റ്റേഴ്സ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഗവൺമെന്റിന് വിട്ടുകൊടുക്കട്ടെ. ഇനി ധൈര്യം കോളേജുകളാണ് ഞങ്ങൾക്ക് തന്നെ. അങ്ങനെ സ്കൂളുകള്, ഹോസ്പിറ്റലുകള്, അതൊക്കെ PSC അഡ്മിഷൻ വന്ന് നന്നായി നടത്തുന്ന ഒരു ഗവൺമെന്റും ഉണ്ടായാൽ എന്തോരം ഗുണം ഉണ്ടാകും. ഇപ്പോൾ ഉള്ള സാഹചര്യം കൊണ്ട് എന്താ? ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ കോൺവെന്റിലെ സിസ്റ്റർ ആയ സമയത്ത് ആദ്യ കുർബാന ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കണമായിരുന്നു. ക്രൗണും അത് ഇതൊക്കെ പൂക്കളൊക്കെ ഉണ്ടാക്കണമായിരുന്നു. ഇപ്പൊ എല്ലാം റെഡിമെയ്ഡ് പുറത്തുനിന്നാ. ഇപ്പൊ ആ പണി പോലും ഇല്ല. പിന്നെ എന്ത് പണിയാം? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ നോക്കിയിട്ട് ഒരു സന്യാസ സഭാ സമൂഹം അല്ലെങ്കിൽ ഒരു കോൺവെന്റ് ഒരു പ്രദേശത്ത്, ഇപ്പം കടവന്ത്ര അവിടെ ഒരു കോൺവെന്റ് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എടപ്പള്ളി അവിടെ ഒരു കോൺവെന്റ് സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ, അതിലും എത്രയോ ഗുണമാണ് അവിടെയുള്ള ആശാ വർക്കറിനെ കൊണ്ടുണ്ടാകുന്നത്. ആ ഒരു സിസ്റ്ററിനെ കൊണ്ടുണ്ടാകുന്നതിനേക്കാളും എത്രയോ ഗുണമാണ് ആശാ വർക്കർ ചെയ്യുന്നത്. ശരിയാണോ? അതെ. അപ്പൊ പിന്നെ ഇതിന്റെ ആവശ്യം തന്നെ ഉള്ളേ? ഇപ്പൊ ഒരു പ്രദേശത്ത് ഒരു ഇഷ്യൂ വന്നു. ഗവൺമെന്റ് ആരോടാ ആ ജനങ്ങളെ നോക്കാൻ പറയുന്നത്? സിസ്റ്റേഴ്സിനോട് പറയാറുണ്ടോ? ഏതെങ്കിലും ഗവൺമെന്റ് സിസ്റ്റേഴ്സിനോട് ആ പ്രശ്നം പരിഹരിക്കാൻ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അവിടെയുള്ള ആശാ വർക്കർമാര്, തൊഴിലുറപ്പ് സ്ത്രീകള്,
പിന്നെ അംഗൻവാടി ടീച്ചർ, ഇവരോടൊക്കെയാണ് പറയുന്നത്. അവർക്കൊക്കെ കുടുംബമുണ്ട്, മക്കളുണ്ട്, വല്ലായ്മകളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, രോഗമുണ്ട്. അതിനിടയിലും അവരെ ഏൽപ്പിക്കുന്ന കാര്യം പോയി ആ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഗവൺമെന്റ് പോലും സിസ്റ്റേഴ്സിനോട് ആവശ്യപ്പെടുന്നില്ല? കാരണം അവരൊന്നും ചെയ്യലെന്നറിയാം. പിന്നെ എന്തിനോ ഞാൻ നോക്കിയിട്ട് ഞാൻ തുറന്നു പറയാലോ, ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ ഒരു ഉപകാരം ആ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയല്ലേ പുരുഷന്മാരുടെ സന്യാസ സഭാ സമൂഹവും. CMI സന്യാസ സമൂഹം അത് കോടികളുടെ സ്വത്തല്ലേ, കോടികളുടെ സ്വത്ത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നെ ആരും അതിൻ്റെ പേര് വധിക്കണ്ട. ചിലർ പറയുന്നത് അങ്ങനെ ഗുണമില്ലെന്ന് പറയുന്നിടത്ത് എന്തിനാ പിടിച്ചു നിൽക്കുന്നതെന്ന്. പിടിച്ചു നിൽക്കുന്നത് അല്ല, നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. കാരണം നമ്മുടെ ഒരു തലമുറ ഇനിയും ഇതിനകത്തൊക്കെ ജീവിക്കാൻ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളുള്ളപ്പോൾ നമ്മെ കൊണ്ടാവുന്ന എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുന്നത്. എല്ലാം നന്നായിട്ടിരുന്നായിരുന്നെങ്കിൽ നമുക്ക് കൈകോർത്ത് തന്നെ പോകാമായിരുന്നല്ലോ. ഒരു വിശുദ്ധ പരിവേഷം എടുത്ത് അണിയുമ്പോൾ അതിനനുസരിച്ച് വേണം ചെയ്യാൻ. കുറെ കമന്റുകൾ അങ്ങനെ കാണാം, എന്നാ പിന്നെ എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നേ, രണ്ടും കൂടെ കെട്ടണോ, ഈ വേഷം കെട്ടണോ? എന്നാ ഒരു പുരോഹിതൻ രാവിലെ അരമണിക്കൂർ ലോവ ഇടുന്നു, ബാക്കി അന്നേ ദിവസത്തിന്റെ മുഴുവൻ സമയവും പാൻറ് ഷർട്ടും ജീൻസ് ഷോർട്സും ഒക്കെ ഇട്ട് നടന്നിട്ടും ഒരു മനുഷ്യരും ചോദ്യം ചെയ്യാറില്ല. അതേസമയം ഞാൻ ചില സമയത്ത് എന്താണ് ഉടുപ്പില്, പള്ളിയിൽ പോകുമ്പോൾ എന്താണ് ഉടുപ്പിടുന്നത്, അത് കഴിഞ്ഞിട്ട് എന്താണ് ഉടുപ്പ് ഊരുന്നത് ചോദിക്കാൻ ആൾക്കാരാ. അതെന്താ രണ്ടു തരം? പിന്നെ ഒരു തിരുവസ്ത്രം എന്ന് പറച്ചിലുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തിരുവസ്ത്രം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നവരിടുന്ന വസ്ത്രമാണ് തിരുവസ്ത്രം. ഏറ്റവും കൂടുതൽ വേർത്ത വസ്ത്രം ഇടുന്നവർ എന്ന് വെച്ചാൽ കഴുകാതിരുന്നിട്ട് വേർത്തിട്ടല്ല, അന്നത്തെ ദിവസത്തിന്റെ അധ്വാനം കൊണ്ട് ക്ഷീണിച്ച് അവശനായി തളർന്ന് വിയർത്ത് നിൽക്കുന്ന മനുഷ്യനിടുന്ന വസ്ത്രമാണ് തിരുവസ്ത്രം. അല്ലാണ്ട് രാവിലെ അരമണിക്കൂർ നേരം ആൾക്കാരെ കയറി നിൽക്കുമ്പോൾ ഇടുന്നതോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഇട്ടുകൊണ്ട് നടക്കുന്ന വസ്ത്രമോ അല്ല തിരുവസ്ത്രം. ആണോ? അതാണ് അവരെയാണ് നമ്മൾ തിരുദേഹമായിട്ട് കാണേണ്ടത്. എങ്ങനെ ഈ ജീവിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സമൂഹത്തിനൊക്കെ വേണ്ടിയിട്ട് അത്യുദ്ധാനം ചെയ്യുന്നവര്, വേർത്തൊഴുകി അത്യുദ്ധാനം ചെയ്യുന്നവര്, അവരുടെ ഓരോ അധ്വാനവും കൊണ്ട് നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഈ സ്ഥാപനത്തിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ വേർത്തൊഴുകി അധ്വാനിച്ച് കഷ്ടപ്പെട്ട ഒത്തിരി ജീവിതങ്ങളുണ്ട്. അവരാണ് തിരുജീവിതം എന്ന് പറയുന്നത്, അല്ലേ? അല്ലാണ്ട് രാവിലെ അരമണിക്കൂർ ഇങ്ങനെ കാണിക്കുന്നവരാണോ? ഇതുവരെ സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായത് സിസ്റ്റർക്ക് ഒരു ധൈര്യം ഉണ്ടാക്കാൻ വിശ്വാസത്തെക്കാൾ നിയമത്തിനാണ് കഴിഞ്ഞിട്ടുള്ളത് എന്നാണ്. ആ നിയമം ഉപയോഗിച്ചിട്ട് ഇനി മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്? നിയമ വഴി തിരഞ്ഞെടുത്തിട്ടുണ്ട്. നിയമം നിഷേധിക്കപ്പെടുന്നവർ നമ്മുടെ സമീപത്തെത്തിയാല് അല്ലെങ്കിൽ നമ്മുടെ കൺമുമ്പിലേക്ക് വരികയാണ് ഓരോ കാര്യങ്ങൾ. അങ്ങനെയൊക്കെ വന്നാൽ തീർച്ചയായിട്ടും യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ അനീതി ആർക്കാണോ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ആരാണോ ചൂഷണം ചെയ്യപ്പെടുന്നത് അവർക്ക് വേണ്ടി തന്നെ നിയമ വഴികളിലൂടെ പോകും. കാരണം അത് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ആഗ്രഹമാണല്ലോ എന്നെ ഇവിടം വരെ എത്തിച്ചത്. അത് നമ്മുടെ തലമുറയായിട്ട് നമ്മുടെ ഉള്ളിൽ വന്നേക്കുന്ന ഒരു അഭിവാഞ്ചിയാണ്. അപ്പൊ അതെന്തായാലും അതിനൊന്നും ഒരിക്കലും പുറകോട്ടില്ല. അത് കുറച്ചും കൂടി കൂടുതലാകാനാണ് സാധ്യത. എന്നെ കൊണ്ടാവുന്ന വിധം അറിയില്ല. എന്നാലും സന്തോഷത്തോടെ ആയിരിക്കുക. ഇനി കോടതി വഴി നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും ചുറ്റുപാടിലും നമ്മൾ കണ്ടുമുട്ടുന്നവർക്ക് നമുക്ക് നീതി കൊടുത്ത് പോകാമല്ലോ, അല്ലേ? അങ്ങനെയെങ്കിലും അങ്ങനെയും നമുക്ക് നോക്കണം. സിസ്റ്റർക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മൗനം പാലിച്ചിരുന്നെങ്കിൽ ജീവിതം എളുപ്പമാക്കായിരുന്നു? മിണ്ടാതിരുന്നായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. എളുപ്പം മീൻസ് കോൺവെന്റില് നമ്മളിപ്പം അവിടെ ഇങ്ങനെ ആ ഒരു യാന്ത്രികമായുള്ള യാത്രയിൽ പോകും. പക്ഷെ എനിക്കങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റിയല്ല ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ കാണുമ്പോൾ. അപ്പൊ പിന്നെ ആ മൗനം പാലിക്കുക എന്നുള്ളത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ പരിശീലനത്തിൽ ഏർപ്പെട്ട സമയം മുതൽ അന്നേരം മുതൽ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ കാണുന്ന ഇങ്ങനെ ഒരു ഇൻജസ്റ്റിസ് കണ്ട അപ്പം തന്നെ എനിക്കതിൻ്റെ മനസ്സ് വേദനിക്കുമായിരുന്നു. പറയാൻ പറ്റുന്നിടത്ത് പറയുമായിരുന്നു. ചെറിയതാണേലും ഇങ്ങനെ പടിപടിയായിട്ട് വളർന്നു വന്ന ഒരു ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഹൈസ്കൂളിലെ അധ്യാപികയായിട്ടിരുന്ന സമയം അവിടം വരെ എത്തിയപ്പോഴത്തെ കാര്യമാണ്. അതിന് മുമ്പ് ഞാൻ 2003 ഒരു കാര്യം പറഞ്ഞില്ലേ, ഹോസ്റ്റലായിരുന്നു. ആ ഹോസ്റ്റലിൽ ഒരു ഹിന്ദു കുട്ടി പഠിക്കുന്നുണ്ട്. അവള് എല്ലാ പ്രാർത്ഥനയ്ക്കും കൂടണം, ഞങ്ങളുടേതല്ലേ. പക്ഷെ കുർബാനയ്ക്ക് അവളെ കൊണ്ട് ബൈബിള് വായിപ്പിക്കാൻ പറ്റിയില്ലെന്നൊരു സിസ്റ്റർ പറഞ്ഞു. ഞാനതിനെ എതിർത്തു.
അതുകൊണ്ട് ഞാൻ കുറേ ഭയങ്കരമായിട്ട് അന്ന് ഇത്രയും ശക്തി ഉണ്ടായിരുന്നു, എന്നാലും ഇത്രയും പ്രസന്നതയോടെ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പേര് ഞാൻ കുറേ അനുഭവിച്ചു. ആ പാവപ്പെട്ട കൊച്ചിനെ 1ാം ക്ലാസ് മുതൽ കോൺവെൻറ്റിൽ നിന്ന് ബൈബിളും വായിച്ച് കൊന്തയും ചൊല്ലി രാത്രിക്ക് വളർത്തുന്ന കുട്ടിക്ക് കുർബാനയുടെ സമയം, അത് ഞങ്ങളുടെ ആ ഗ്രൂപ്പിൽ, വലിയ പള്ളിയിലല്ല, വലിയ സ്ഥലത്ത്, പബ്ലിക്കായിട്ടുള്ള സ്ഥലത്തല്ല, ഞങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് കുർബാനയില്ല, ഇപ്പം വായിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ എല്ലാം റിസ്ക് എടുത്തു. ഞാൻ ആ കൊച്ചിനെ കൊണ്ട് ഞാൻ വായിപ്പിച്ചു. അപ്പം അങ്ങനെ ഒരു ഇത് കിടപ്പുണ്ട് എൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഭയങ്കര പരിണിതഫലം ചെറുതൊന്നുമല്ല. പക്ഷെ അതിലൂടെയൊക്കെ കടന്നു വന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇവിടം വരെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് മൗനം എന്നുള്ളത് ആ അധ്യായം, അതിനെക്കുറിച്ച് എനിക്ക് എന്തായാലും പറ്റിയല്ല. എപ്പോഴും പറയുകയല്ല, ഏറ്റവും ജെനുവിനായിട്ടുള്ള ഒരെണ്ണം നമ്മുടെ കൺമുമ്പിൽ വന്നാൽ നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോഴും എനിക്ക് വിങ്ങും എൻ്റെ ഹൃദയം അന്നേരത്തേക്കും, ഇടിക്കും. ഇനി അത് ശാന്തമാണെങ്കിൽ അത് നടന്നിരിക്കണം, അതാണ്. അപ്പോൾ സ്കൂളിൽ ഒരു അധ്യാപകന് നേരിട്ടൊരു പ്രശ്നമാണ്. ഞാൻ കൺമുമ്പിൽ കണ്ടതാണ് എന്താണ് ഇഷ്യൂ എന്ന്. ആ ഇഷ്യൂവിനെ അതല്ലാതെ ആക്കി വൻപിച്ച് വേറൊരു രൂപത്തിലേക്ക് മാറ്റി കൊടുത്തപ്പോൾ ഞാൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു സ്റ്റാഫ് മീറ്റിങ്ങിൽ. അതിൻ്റെ പേരിൽ എന്തെല്ലാം ഞാൻ അനുഭവിച്ചേ, വർഷങ്ങൾ, 2 വർഷത്തേക്ക്. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതാണ്, അത് നമ്മളിലുള്ള ഒരു നല്ലൊരു ഊർജ്ജമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സിസ്റ്ററുടെ ഒരു ജീവിതവും പോരാട്ടവും സഹനവും ഒക്കെ വെച്ചിട്ട് സിസ്റ്റർക്ക് എന്താണ് ഇപ്പം, ഒരുപാട് പുതിയ കുട്ടികൾ ഇപ്പോഴും മഠത്തിലേക്ക് ചേരാൻ വരുന്നുണ്ട്, അവിടെ തന്നെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പം സിസ്റ്റർക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സംവിധാനം തന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം പിന്നെ ഇപ്പോഴത്തെ ചോദ്യം അതിനകത്ത് വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്ന ഇന്നത്തെ തലമുറകളൊക്കെ ഇന്ന് കുറവാണ് വരുന്നത്. സിസ്റ്റേഴ്സ് ആകാൻ വരുന്നവരുടെ എണ്ണം കുറഞ്ഞു. നിങ്ങൾ തലമുറകളിൽ നിന്ന് അവർക്ക് സേവനം ചെയ്യാനും മനുഷ്യർക്ക് നന്മ ചെയ്യാനുമാണ് ആഗ്രഹമെങ്കിൽ ഒരു കാരണവശാലും കോൺവെൻറ്റുകളിലേക്കല്ല വരേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന്, അത് ചിലപ്പോൾ സിംഗിളായിരിക്കാം ജീവിതം, ചിലപ്പം ഫാമിലി ലൈഫായിരിക്കാം, എവിടെയാണേലും നിങ്ങൾ എത്രമാത്രം ക്വാളിഫൈഡ് ആണ്, എത്രമാത്രം മെൻ്റലി പ്രിപ്പയർഡ് ആണ്, എത്രമാത്രം നല്ല പൊസിഷനിൽ എത്തുന്നുണ്ട്, അതനുസരിച്ചാണ് നിങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള അവസരങ്ങൾ കൂടുന്നത്, അല്ലേ? ഒരു കളക്ടർക്ക് ചെയ്യാവുന്ന അവസരം ഒത്തിരിയാണ് ഒരു ജില്ലയിൽ, റെഡിയാണെങ്കിൽ മനസ്സുകൊണ്ട്. കാരണം അതിനുള്ള പവറുണ്ട് അയാൾക്ക്. അപ്പം അതുപോലെ നമ്മൾ എത്ര ഉന്നതിയിലേക്ക് പോകുന്നോ അത്രയും നമ്മൾ റെഡിയാണെങ്കിൽ നമുക്ക് സേവനം ചെയ്യാം. അതുകൊണ്ടൊരു മനുഷ്യനായിട്ട് തന്നെ നിൽക്കുക, യാന്ത്രികമായി പോകാതിരിക്കുക, പച്ചയായ മനുഷ്യനായിട്ട് നിന്നുകൊണ്ട് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ ഒരു പെർമിഷനും കൂടാതെ നന്മ ചെയ്യുക. മഠത്തിൽ വന്നാൽ നന്മ ചെയ്യണമെങ്കിൽ പെർമിഷൻ മേടിച്ച് തൊലയും. അപ്പം അതുകൊണ്ട് പെർമിഷൻ കിട്ടിയിട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ്. പിന്നെ യാന്ത്രികമായി പോകുന്ന നന്മകളൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങനെ പോകാന്നേ ഉള്ളൂ. എങ്കിലും എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട നെക്സ്റ്റ് ജനറേഷനിലുള്ളവരോട്, നിങ്ങളുടെ അസ്തിത്വം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ ബുദ്ധിയും ഒരിക്കലും ആരുടെ മുമ്പിൽ അടിയറ വയ്ക്കരുത്. നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ശാസ്ത്രം എല്ലാം ചേർത്ത് പിടിച്ചിട്ടുള്ള, മറ്റുള്ളവർക്ക് അസൂയാവഹമായൊരു ജീവിതം നയിക്കാൻ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ തുടരുക.